ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയപ്പെട്ട കുട്ടികളെ, കൊച്ചു കൊച്ചു പുണ്യപ്രവർത്തികൾ ചെയ്തും ത്യാഗങ്ങൾ അനുഷ്ഠിച്ചും ഈശോയെ കൂടുതൽ സ്നേഹിച്ച നോമ്പുകാലത്തിലൂടെ നമ്മൾ കടന്നു പോവുകയായിരുന്നല്ലോ. ഈശോയുടെ പീഡാനുഭവത്തെയും കുരിശുമരണത്തെയും ഉത്ഥാനത്തെയും ഒക്കെ ഓർത്തുകൊണ്ട് ധ്യാനിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് കടന്നുപോയ ഈ ഏപ്രിൽ മാസത്തിൽ നമുക്ക് വേണ്ടി കുഞ്ഞളം ചിന്തകൾ പങ്കുവയ്ക്കുന്നത് കല്ലുമുതിരക്കുന്ന സെന്റ് ജൂഡ് ഇടവകാംഗമായ ദയാ തെരേസ് ജോയ്സ് ആണ്. പ്രിയപ്പെട്ട മക്കളെ, നമുക്ക് വലിയ സന്തോഷത്തോടെ ശ്രദ്ധയോടെ ദയാ തെരേസിനെ ശ്രവിക്കാം. എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, മനുഷ്യമക്കളായ നമ്മുടെ ജീവിതം സുഖവും ദുഃഖവും നിറഞ്ഞതാണ്. സമയം രാത്രിയും പകലുമായി മാറി മാറി വരുന്നത് പോലെ മരണം വരെ നമ്മുടെ ജീവിതത്തിലും സുഖങ്ങളും ദുഃഖങ്ങളും മാറി മാറി വരും. രാത്രിയുടെ ഇരുട്ട് കഴിഞ്ഞു വരുന്ന പകലിന്റെ പ്രഭാതത്തിന് എന്ത് ഭംഗിയാണ്! ഇരുട്ടില്ലായിരുന്നെങ്കിൽ പകലിന്റെ ഭംഗി നമുക്ക് മനസ്സിലാകില്ലായിരുന്നു. അതുകൊണ്ട് സുഖങ്ങൾക്കൊപ്പം ദുഃഖങ്ങൾക്കും നമ്മുടെ ജീവിതത്തിൽ ഒഴിവാക്കാനാവാത്ത ഒരു സ്ഥാനമുണ്ട്. എല്ലാ ദുഃഖങ്ങൾക്കും കാരണം പലവിധത്തിലുള്ള സഹനങ്ങളാണ്. പ്രവാചകന്റെ പുസ്തകം 2-ാം അധ്യായം 4-5 വാക്യങ്ങളിൽ ഇപ്രകാരം പറയുന്നു: വരുന്ന ദുരിതങ്ങളെല്ലാം സ്വീകരിക്കുക, ഞെരുക്കുന്ന ദൗർഭാഗ്യങ്ങളിൽ ശാന്തത വെടിയരുത്. എന്തെന്നാൽ സ്വർണം അഗ്നിയിൽ ശുദ്ധി ചെയ്യപ്പെടുന്നു. സഹനത്തിന്റെ ചൂളയിൽ കർത്താവിന് സ്വീകാര്യരായ മനുഷ്യരും. സഹനത്തെ ശാപവുമായി കണക്കാക്കുന്നവർ ഈ വചനം നന്നായി ധ്യാനിക്കണം. കർത്താവിന് സ്വീകാര്യരായ അനുഗ്രഹിക്കപ്പെട്ട ജീവിതങ്ങൾക്കാണ് കൂടുതൽ സഹനങ്ങൾ അനുവദിക്കുന്നത്. കാരണം സഹനങ്ങളാണ് നമ്മെ ശുദ്ധീകരിക്കുന്നത്. ജീവിതത്തെ ശരിയായി മനസ്സിലാക്കാൻ സഹായിക്കുന്നതും സഹനങ്ങളാണ്. മനുഷ്യകുലത്തിന്റെ വിശദീകരണത്തിനായി ദൈവം തിരഞ്ഞെടുത്ത വഴിയും സഹനത്തിൻ്റെതായിരുന്നു. സ്വയം മനുഷ്യനായി അവതരിച്ച് വലിയ സഹനങ്ങൾ ഏറ്റെടുത്ത് കുരിശിൽ മരിച്ച് ഈശോ നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരം ചെയ്തു. അതിലൂടെ നമ്മുടെ വേദനകൾ എത്രമാത്രം രക്ഷാകരമാണെന്ന് ഈശോ നമുക്ക് മനസ്സിലാക്കി തന്നു. വിശുദ്ധ പത്രോസിലെ എഴുതിയ 1-ാം ലേഖനം 1-ാം അധ്യായം 16-ാം വാക്യത്തിൽ ഇപ്രകാരം എഴുതപ്പെട്ടിരിക്കുന്നു: ഞാൻ പരിശുദ്ധനായിരിക്കുന്നത് കൊണ്ട് നിങ്ങളും പരിശുദ്ധരായിരിക്കുവിൻ. സഹനത്തിലൂടെ വിശദീകരിക്കപ്പെടാതെ ആർക്കും ദൈവത്തോടടുക്കാൻ സാധിക്കുകയില്ല. യേശുക്രിസ്തുവിന്റെ സഹനത്തിലൂടെ വീണ്ടെടുക്കപ്പെട്ട നമ്മൾ അനുദിന ജീവിത സഹനങ്ങളിലൂടെ നമ്മെ തന്നെ വിശദീകരിച്ച് വ്യക്തിപരമായി ദൈവത്തോട് അടുക്കണം. അപ്രകാരം വിശദീകരിക്കപ്പെടാൻ ആവശ്യമായ സഹനങ്ങളാണ് ഓരോ ജീവിതങ്ങളിലും ദൈവം അനുവദിക്കുന്നത്. വിശദീകരിക്കപ്പെടുന്നതിനനുസരിച്ച് ദൈവത്തോട് അടുത്തടുത്ത് വരുന്നതിനാൽ സ്നേഹമായ ദൈവത്തിന് അതിഷ്ടമാണ്. ദൈവം സഹനത്തിലൂടെ ലക്ഷ്യം വെക്കുന്നതും അതുതന്നെയാണ്. തകർക്കാനല്ല, നശിപ്പിക്കാനല്ല, വിശദീകരിച്ച് ഉയർത്താനാണ് സഹനങ്ങൾ. വിശുദ്ധ കൊച്ചുത്രേസ്യായും വിശുദ്ധ അൽഫോൻസാമയും ഇതിനൊക്കെ ഉദാഹരണങ്ങളാണ്. ജീവിതത്തിൽ ദൈവം അനുവദിക്കുന്ന സഹനങ്ങളെ വേണ്ടവിധം സ്വീകരിക്കാത്തവർക്കാണ് മരണശേഷം ശുദ്ധീകരണ സ്ഥലം ആവശ്യമായി വരിക. കാരണം പരമപരിശുദ്ധിയുടെ സ്ഥലമായ സ്വർഗത്തിൽ ദൈവത്തോടൊത്ത് വസിക്കുവാൻ ആവശ്യമായ പരിശുദ്ധി നാം പ്രാപിക്കുന്നില്ലെങ്കിൽ എന്നേക്കുമായി നാം ദൈവത്തിന് നഷ്ടപ്പെടും, നശിച്ചു പോകും, നരകത്തിൽ പതിക്കും. അത് ഇഷ്ടപ്പെടാത്ത ദൈവം നമുക്ക് ക്ലേശകരമെങ്കിലും സഹനങ്ങൾ അനുവദിക്കുന്നു. ദൈവത്തിന്റെ കണ്ണുകളിലൂടെ സഹനത്തെ കാണാം, രക്ഷാകരമാക്കാം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.